അഡ്വക്കേറ്റ്സ് ക്ലർക്സ് അസോസിയേഷൻ ഇടുക്കി ജില്ലാ സമ്മേളനം സംഘടിപ്പിച്ചു. കട്ടപ്പന മാസ് ഹോട്ടൽ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് സമ്മേളനം സംഘടിപ്പിച്ചത്. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ആയുർ ഗ്രീൻ. മണ്ണിനെ അറിഞ്ഞു വളം ചെയ്യൂ, മണ്ണു നമുക്ക് മനം നിറയെ വിളവ് തരും. KACH സംസ്ഥാന ജനറൽ സെക്രട്ടറി VK രാജേന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു. യൂണിറ്റ് സമ്മേളനങ്ങൾ പൂർത്തിയായതിനു ശേഷം ഏറെക്കുറെ ഇന്ന് 7ാമത്തെ ജില്ലാ സമ്മേളനമാണ്. ഏറെക്കുറെ മാർച്ച് 16 മുഴുവൻ ജില്ലാ സമ്മേളനങ്ങൾ പൂർത്തിയാക്കി ഈ വരുന്ന മെയ് 9-10 തീയതികളിൽ സംഘടനയുടെ സംസ്ഥാന സമ്മേളനം എറണാകുളത്ത് വെച്ച് നടക്കാൻ പോവുകയാണ്. അങ്ങനെ സംസ്ഥാന സമ്മേളനം എറണാകുളത്ത് വെച്ച് നടക്കുമ്പോൾ സ്വാഭാവികമായും ഈ സംഘടന നിലവിൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധികളും അതുപോലെ തന്നെ സംഘടനാ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് നമ്മൾ ചർച്ച ചെയ്യുന്ന ഗൗരവപൂർവമായ സംഗതികളും അതൊക്കെ വളരെ വിശദമായി വിലയിരുത്താനും അതിലുള്ള വിമർശനങ്ങളും സ്വയം വിമർശനങ്ങളും അടങ്ങിയ ചർച്ചകൾക്ക് വിധേയമാക്കി വളരെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സമ്മേളനം ചെയ്യുന്നത്. സ്വാഭാവികമായും നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു സമ്മേളനമാണ്. നമ്മുടെ തൊഴിൽ മേഖല മറ്റു തൊഴിൽ മേഖലകളെ അപേക്ഷിച്ച് കുറച്ചുകൂടി വ്യത്യസ്തമാണ്. അങ്ങനെ വ്യത്യസ്തമാണെന്ന് പറയുമ്പോൾ ഇന്ന് സമൂഹത്തിൽ ഒരുപാട് തൊഴിലുകളുണ്ട്, ഒരുപാട് ട്രേഡ് യൂണിയനുകളുണ്ട്. സമ്മേളനത്തിന് ശുഭാരംഭം കുറിച്ചുകൊണ്ട് സമ്മേളന നഗരിൽ പതാക ഉയർത്തി. KCA സംസ്ഥാന കൗൺസിൽ അംഗം അജയ്കുമാർ വിജയൻ അനുശോചന പ്രമേയം നടത്തി. കട്ടപ്പന മുനിസിപ്പാലിറ്റി വൈസ് ചെയർമാൻ KJ ബെന്നി മുഖ്യപ്രഭാഷണം നടത്തി. കട്ടപ്പന ബാർ അസോസിയേഷൻ മുൻ പ്രസിഡന്റ് PR മുരളീധരൻ ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു. KCA ജില്ലാ സെക്രട്ടറി സ്വിറ്റ്സൺ ജോസഫ് പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. KCA ജില്ലാ പ്രസിഡന്റ് ശ്രീകുമാർ C അധ്യക്ഷനായിരുന്നു. സർവീസിൽ 50 വർഷം പൂർത്തിയാക്കിയ K ശശിധരൻ, PN ശശിധരൻ നായർ തുടങ്ങിയവരെ ചടങ്ങിൽ ആദരിച്ചു. ഇടുക്കി ക്ഷേമനിധി ബോർഡ് ജില്ലാ ചാർജ് K ശിവപ്രകാശ്, KCA സംസ്ഥാന സെക്രട്ടറി സുധീർ ബാബു, KCA സംസ്ഥാന വൈസ് പ്രസിഡന്റ് S സതീഷ്, KCA സംസ്ഥാന ട്രഷറർ കൃഷ്ണൻകുട്ടി നായർ, തൊടുപുഴ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് മെമ്പർ KM സാബു, തിരുവല്ല ഇടുക്കി ജില്ലാ ചാർജ് ഭാരവാഹി MC ശശി തുടങ്ങിയവർ സമ്മേളനത്തിൽ സംസാരിച്ചു. ഇടുക്കി ലൈവ് ന്യൂസ് കട്ടപ്പന. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് എടാ ജോൺസാ, ഇതിന്റെ ഏലക്കാടൊക്കെ എങ്ങനെ? എന്റെ അപ്പായിച്ചേട്ടാ, എന്തോ ഏലക്കാട്? നമ്മുടെ കഷ്ടപ്പാടിനൊത്ത് വിളവൊന്നും ഇല്ലെന്നേ. വളങ്ങളൊക്കെ മാറി മാറി ചെയ്തു. എവിടെ വിളവ് വേണേ നല്ല വളം വേണം ജോൺസാ, പക്ഷേ അത് മണ്ണിനെ കൊല്ലാതെ വേണം. അതെ അതെ, ഇപ്പോൾ ഉള്ളവർ കെമിക്കലെല്ലാം അടിച്ച് കയറ്റുമല്ലേ. പക്ഷേ അത് ശാശ്വതമല്ല ജോൺസാ. അല്ല, നീ സാനുമാഷിനോട് ചോദിക്ക്. ഞാൻ ഉപയോഗിക്കുന്നത് ധന്വന്തരി ആയുർവേദാശ്രമം നിർമ്മിക്കുന്ന ആയുർഗ്രീന്റെ ജൈവവളമാണ്. മണ്ണിനെ നോവിക്കാതെ വളം ചെയ്താ മണ്ണ് നമുക്ക് മനസ്സ് നിറയെ വിളവ് തരും. ആയുർഗ്രീൻ ഒന്ന് ഉപയോഗിച്ചു നോക്ക്, ഇതെന്റെ ഉറപ്പാ. അല്ല മാഷേ, ഇതെവിടെ കിട്ടും? ഹൈറേഞ്ച് എസ്റ്റേറ്റ് എംപ്ലോയീസ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഉടമസ്ഥതയിലുള്ള പുളിയൻമലയിലെ കർഷകന്റെ കടയിൽ കിട്ടും. ആയുർ ഗ്രീൻ. മണ്ണിനെ അറിഞ്ഞു വളം ചെയ്യൂ, മണ്ണു നമുക്ക് മനം നിറയെ വിളവ് തരും.